ലൈല, തസ്നി വന്നിട്ട് ഇപ്പൊ 10-15 ദിവസമൊക്കെ ആയല്ലോ. സാധാരണ അവള് വന്ന് പറഞ്ഞ ഇത്ര ദിവസം നിക്കല് പതിവില്ല. എന്താപ്പത്? അത് അവള് ഞങ്ങട് പോണില്ല അത്രമ്മ. പോണില്ലേ? എന്താത്രേ? എന്താ നീ ഒന്നും മിണ്ടാത്ത്? അവളെവിടെ നിന്നിട്ട്? തസ്നിയേ, അല്ല എന്റെ കുട്ടിയെ, നീ കെട്ടിച്ചോർത്തിക്കൊന്നും പോകാണ്ട് എന്നും ഇങ്ങനെ ഇവിടെ തന്നെ കൂടാനാ തീരുമാനിച്ചിരിക്കണ്? അതൊന്നും പറ്റില്ല കേട്ടാ. നീ ഇങ്ങനെ അങ്ങോട്ട് പോകാണ്ട് ഇവിടെ തന്നെ ഇരുന്നാലേ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കില്ലേ? അല്ല, അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ മാത്രം എന്താ അവിടെ പ്രശ്നം ഉണ്ടായി? അവിടെ എന്നും പ്രശ്നമാണ് വല്യമ്മ. അവിടെ അമ്മായിമ്മക്കും നാത്തൂന്മാർക്കൊന്നും എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു സമാധാനം പറയുന്നത് തരില്ല. അതൊന്നും വല്യമ്മാൻ്റെ കുട്ടി കാര്യാക്കണ്ട. പണ്ട് ഞാനൊക്കെ കഴിഞ്ഞത് എങ്ങനെയെന്ന് മറ്റേ അറിയോ നിനക്ക്? ഈ അമ്മായിമ്മ പോലും നാട്ടവും പോരൊക്കെ എല്ലായിടത്തും ഉള്ളതാണേ. അതൊക്കെ കുറെ നമ്മൾ കണ്ടില്ല കേട്ടില്ല അവർക്ക് വിട്ടാ മതി. അമ്മായിമ്മാൻ്റെയും നാത്തൂന്മാൻ്റെയും മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇത് അവനൊരു സമാധാനം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവര് പറയണ കേണിയും നോണയും കേട്ടിട്ട് ഇവള് നേർക്ക് തിരിയത്ര അവനെ. കഴിഞ്ഞ കുറി ഇവള് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ ഇവളിനെ പിടിച്ച് തല്ലുകയൊക്കെ ചെയ്തിരിക്കണോ അവര് പറയണ കേണിയും നോണയൊക്കെ കേട്ടിട്ട്. അവനും കൂടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഇവൾക്ക് അവിടെ എന്ത് സമാധാനമുള്ളമ്മ? നീ ഇങ്ങനെ പറയണ കേട്ടാല് നാട്ടിലിതൊന്നും ഇല്ലാത്ത പോലെ. നീ തന്നെയാണ് ഇതിലിങ്ങനെ വഷളാക്കണത്. നിന്റെ വാപ്പാക്ക് അവിടെ എന്ത് സമാധാനം ഉണ്ടാവുക? നീ കെട്ടിച്ചോർത്തിക്കൊന്നും പോകാണ്ട് ഇവിടെ തന്നെ കുത്തിരിക്കുകയാണെന്ന് അറിഞ്ഞാല്. ഞാനൊക്കെ പണ്ടേ ഇതേപോലെ എത്ര അമ്മായിമ്മ പോലും നാത്തൂൻ പോലും സഹിച്ചിട്ടുണ്ട് എന്ന് മറ്റേ അറിയോ നിനക്ക്? ഏ നിന്റെ വല്യപ്പാന്റെ ഒക്കെ സ്വഭാവം, എന്റെ റബ്ബേ, അതുപോലെയുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യൻ ഈ ദുനിയാവിലുണ്ടാവില്ല. എത്ര തല്ലുകൊണ്ടിരിക്കണു ഞാന്, കയ്യും കണക്കുമില്ല. നമ്മള് പെണ്ണുങ്ങളെ കെട്ടിയ ആണുങ്ങളുടെ വീട്ടിൽ കഴിയുമ്പോഴേ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല അവർക്കൊക്കെ വിടേണ്ടി വരും കുട്ടിയെ. എന്നാലേ നല്ല പോലെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ലൈല, നീ ഇങ്ങനെ അന്തം വിട്ടും കൊണ്ട് നിൽക്കാണ്ടേ ഇതൊക്കെ വിളിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ. ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇവിടെ വന്ന് തെറ്റിയും കൊണ്ടിരിക്കുകയല്ല ചെയ്യാന്നുള്ളതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവൾക്ക്. അല്ല തസ്നിയേ, ഇതെന്താപ്പത്? നീ അവിടെ ഇങ്ങനെ തന്നെ ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കല? വെറുതെ അല്ല അമ്മായിമാർക്കും നാത്തൂമാർക്കൊന്നും പറ്റാത്തത്. ഈ സ്വഭാവമൊക്കെ നീ അവിടെയും കാണിക്കണ്ടാവും. ഞാൻ അവിടെ അങ്ങനെ ഫോൺ തന്നെ എടുക്കില്ല വല്യമ്മ. ആർക്കറിയണ്? ആമിനുമോ, നിന്റെ പേരക്കുട്ടിയല്ല കുത്തിരിക്കണ്? ആ, അതാ അവള് തന്നെയാണേ. ആ, എന്നപ്പ അവള് ഇങ്ങോട്ട് വന്ന്? കുറച്ചു ദിവസമായാലും അവളെ കാണുന്നു. അപ്പൊ അങ്ങോട്ട് പോക്കൊന്നുമില്ലേ? ആ, അത് എന്താ പറഞ്ഞ, അവൾക്ക് പനിയായിട്ടേ തീരെ വയ്യ പെണ്ണിന്. അപ്പൊ അതൊക്കെ മാറിയിട്ടേ പോണുള്ളൂ പറഞ്ഞിരിക്കയാണ്. ആ, പനിയാണ്. അതെ. ആ ഇരുത്തം കണ്ടിട്ട് പനിയാണെന്നൊന്നും തോന്നണില്ല. ഞാൻ ഈ വെള്ളം ഒന്ന് അങ്ങോട്ട് കൊണ്ടേക്കട്ടെ. അതാ, അപ്പൊ അത് നറക്കണൊന്നുമില്ലേ? നറക്കാനൊന്നും നിക്കണില്ല. എനിക്കത് ഏറ്റിയ പോന്നില്ലേ, അത്ര മതി. ഏയ്, ഞാൻ എന്തെങ്കിലും ചോദിക്കാനും പറയാനും വന്ന അപ്പം മുപ്പത്തിരിക്കൊരു പോക്കാണ്. ഞാൻ നിറട്ടില്ല എന്നപ്പോ മുപ്പത്തേൻ്റെ വിചാരം. നീ എന്തിനിങ്ങനെ പുറത്തു വന്നിരിക്കണ്? അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കണോ ഇങ്ങനെ വന്ന് കുത്തിരിക്കണ കണ്ടിട്ട്? 1-2 ദിവസമല്ലല്ലോ, 10-15 ദിവസമായില്ല ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. കേറി പോയിക്കോ ഉള്ളിക്ക്. അഞ്ചിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടാക്കിയിട്ടുണ്ട്. അല്ല, എവിടേക്കപ്പ നീ ബാഗൊക്കെ തൂക്കി കൊണ്ട് പോണ്? ഞാൻ ക്ലാസ്സിന് വല്യമ്മ. ക്ലാസ്സിനാ?
അല്ല തസ്നേ, എന്താ ഇപ്പൊ നിന്റെ ഭാവം? നീ കെട്ടിച്ചോടത്തോടത്ത് നിൽക്കാണ്ടേ തെറ്റിയും കൊണ്ട് ഇവിടെ വന്ന് കുത്തിരിക്കണെന്ന് നാട്ടിലുള്ളവരെ മുഴുവൻ അറിയിക്കണ. അതിനപ്പം നീ ബാഗും തൂക്കിയും കൊണ്ട് ഇങ്ങനെ പോണത്? അല്ലെങ്കിൽ തന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞ മട്ടിലാണ് നാട്ടുകാരുടെ ഓരോ ചോദ്യം പറച്ചിലൊക്കെ. ഞാൻ നീയും കൂടി ഒന്നും കൂടി അറിയിക്കി. നാട്ടുകാർ അറിഞ്ഞ എന്താ കുഴപ്പം വല്യമ്മ? ഞാൻ അവന് ചെലവിനൊന്നുമല്ലല്ലോ കഴിയണേ. തസ്നേ, നീ പൊയ്ക്കോ. നീ ഒറ്റ ഒരുത്തിയാണ് അവൾ ഇങ്ങനെ വഷളാക്കണ്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പറഞ്ഞാൽ അവനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ വേണ്ട. അതിന് പകരം അവള് മകളിൽ ഇവിടെ പിടിച്ചിരുത്താൻ നോക്കണു. നീയൊക്കെ എന്ത് തള്ളയടി? വളർത്തു ദോഷം ഇതിനൊക്കെ അതാ പറയുക. ഇതല്ലേ ഇവളുടെ സ്വഭാവം. പിന്നെ എങ്ങനെ അവർക്ക് ഇവളിനെ പറ്റുക? അല്ലെങ്കിലും നീ ഒരൊറ്റ ഒരുത്തിയാണ് അവൾ ഇങ്ങനെ വഷളാക്കിയത്. ഒന്നല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് അതിനെ കൊഞ്ചിച്ച് വഷളാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നീ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ നോക്ക്. നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ കാട്ടുക? നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് വിളിച്ച് ചോദിക്കായിരുന്നോ എന്താ പ്രശ്നം എന്ന്? അവൾക്ക് അവിടെ തീരെ നിൽക്കാൻ പറ്റാണ്ട് ഇറങ്ങി വന്നതാന്നാ പറയണേ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ എന്താ കാര്യം എന്നേ. എനിക്കിപ്പോൾ അതല്ലേ പണി ഇവിടെ. മക്കൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതെന്നെ വിശ്വസിച്ചും കൊണ്ടിരിക്കാൻ എനിക്ക് നിന്നെപ്പോലെ പ്രാന്തൊന്നുമില്ല. അവർ ചിലപ്പോൾ എന്തെങ്കിലും ഇവള് ചെയ്യണത് പറ്റാണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടാവും. ഇവൾക്കത് പറ്റണുണ്ടാവില്ല. ഇവിടെ അങ്ങനെയാണല്ലോ വളർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറയുമ്പോൾ അവൾക്ക് പറ്റണുണ്ടാവില്ല. വയസ്സും പ്രായമായ തള്ളാരെന്തെങ്കിലുമൊക്കെ പറയണു പറഞ്ഞിട്ടേ അതെന്നെ കൊണ്ടുപിടിച്ച് നടക്കാതിരുന്നാലേ അതിനെന്നെ സമയം ഉണ്ടാവുള്ളൂ. അത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാൻ പറയും. ഇനിയിപ്പോൾ എന്തായാലും വന്നില്ലേ, വന്നപ്പോൾ ഒരു 2 ദിവസം ഇരിക്കട്ടെ. എന്നിട്ട് നീ എന്നെ അവളെ അങ്ങോട്ട് കൊണ്ടുപോയാക്ക്. കുറേ ആകുമ്പോൾ ശരിയാവും. അങ്ങനെ തന്നെയല്ലേ ഇപ്പം എല്ലാവരും. ശരി എന്നാൽ വെച്ചോ, ഞാൻ നാളെ വിളിക്കാം. അപ്പോഴേക്കും നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഓ, എവിടെയും കണ്ടിട്ടില്ലടാ അപ്പാ അമ്മാതിരി കൊമ്മൽത്തരങ്ങളൊന്നും. കെട്ടിക്കൊടുത്ത പെൺകുട്ടികൾ കെട്ടിയമ്മാന്റെ വീട്ടിലാ കഴിയല് പതിവ്. ഇവിടെ ഒരുത്തി ഇവിടെ വന്ന് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2ആയി. ഇത്ര ദിവസമായിട്ടും വന്നവൾക്കും പോണ്ട കൂട്ടല്ല. എന്നാ ഇവിടെ ഉള്ളവൾക്കോ അവൾക്കും അവളെ അങ്ങോട്ട് പറഞ്ഞയക്കാന്നില്ല. പെണ്ണ് ഇവിടെ വെറുതെ ഇരുന്ന് തിന്നു സുഖം കണ്ടേ. പിന്നെ എങ്ങനെ അവിടെ പോയി പണിയെടുത്ത് തിന്നുക? പറയാൻ ആകെ ആരാ ഇപ്പൊ അവിടെ ഉള്ളത്? ഒരു തന്തയും ഒരു തള്ളിയും ഇവളുണ്ട്, ഇവളുടെ മാപ്പിളയുണ്ട്. ഈ 4 ജീവനുകൾക്ക് വെച്ചുണ്ടാക്കി തിന്നാനാ ഇപ്പൊ ഇവൾക്ക് മടി. റബ്ബേ, നമ്മുടെ കാലത്തൊക്കെ കഴിഞ്ഞ കഥകളൊക്കെ പറഞ്ഞ ഇവരിപ്പോ എന്താ പറയുക? വെള്ളം ഒരിടത്ത് ഉണ്ടാകും, വറ്റ ഒരിടത്ത് ഉണ്ടാകും, 8-10 മക്കളും ഉണ്ടാകും. പണികൾ ഒരുങ്ങിയ നേരം ഉണ്ടാകുമോ? എന്നിട്ട് ആ പണികളൊക്കെ ഒരുങ്ങിയിട്ട് വയറ് ഇത്തിരി നേരം പഴിച്ചിട്ട് എന്തെങ്കിലും തിന്നാൻ പോയാലോ ചട്ടിയിലത്തെ ചോറടക്കം തുടച്ചു വെച്ചിട്ടുണ്ടാകും. അതൊക്കെയും സഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ. ഇപ്പത്തെ പെൺകുട്ടികൾക്കൊക്കെ സൗകര്യങ്ങൾ ഏറിയിട്ടാ. തസ്നിയെ, അവിടെ ചായ വെച്ചിട്ടുണ്ട്. അത് ചൂടാറുമ്പോഴേക്കും എടുത്ത് കുടിച്ചിട്ട് പോയിക്കോ. ഹേയ്, കാലക്കടത്തി കോരിക്കൊടുക്ക്. അപ്പോഴല്ലേ അവൾക്ക് കൊടുത്ത് പോകാണ്ടിരിക്കാൻ തോന്നുള്ളൂ. തസ്നിയെ, ഒരു കാര്യം പറഞ്ഞ കുട്ടിക്ക് ദേഷ്യം വരുമോ? വേറൊന്നുമല്ല, നീ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് 10-15 ദിവസം കഴിഞ്ഞില്ലേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇനി അതും മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാണ്ടേ അങ്ങോട്ട് തന്നെ പോവായിരുന്നോ? നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിലേ ഉമ്മയും വരാം നിന്റെ കൂടെ. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അമ്മ ഇങ്ങോട്ട് വരുള്ളൂ. നമ്മൾ എന്തിനാ വെറുതെ ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞ ചെറുക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം? നാട്ടുകാരാണെങ്കിലോ ഇങ്ങനെ ഓരോന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അപ്പുറം ഇപ്പുറം പോയി പറഞ്ഞുകൊണ്ട് ചെറുക്കാൻ. ഉമ്മാൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യേ, ഞാൻ അവർ നിന്നെ എന്തെങ്കിലും പറയാൻ വരികയാണെങ്കിലേ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കേട്ട് നിൽക്കൊന്നും വേണ്ട. നെയ്യും തിരിച്ച് 4 പറഞ്ഞോ. അങ്ങനെ കുറേ തിരിച്ചടി കിട്ടുമ്പോഴേ അവർ മിണ്ടാണ്ടിരുന്നോളും. അങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ കൂടുന്നതേ. അപ്പോൾ അവരെന്നെ തല്ലാനൊക്കെ വന്ന ഞാൻ എന്താ ചെയ്യമ്മ? അവരുടെ ഉമ്മാൻ്റെ കൂട്ടും കേട്ടിട്ട് ഒരാവശ്യമില്ലാണ്ട് എന്നെ ദ്രോഹിക്കാൻ വന്ന അപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞേരി. ഇനി അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിനല്ലേ ഉമ്മയും കൂടെ വരാ പറയണ്. ഞാൻ അവരുടെ അടുത്ത് പറയാ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്.
നിന്റെ വല്യമ്മ കണ്ട നീ ഇവിടെ വന്നിരിക്കണേന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ. എൻ്റെ വളർത്തു ദോഷാത്രേ. അതത്ര നീ ഇവിടെ വന്നിരിക്കാൻ കാരണം. അതാണേ, ചില ആൾക്കാരുടെ വായൊന്നും നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ലേ. അങ്ങനത്തെ ഒരാളായിരിക്കും നിന്റെ അമ്മായിയമ്മയും. അതൊക്കെ കുറെ കണ്ടില്ല കേട്ടില്ല അവർക്ക് വിട്ടാൽ മതി എൻ്റെ കുട്ടി. നിന്റെ വാപ്പ വിളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറയണം. കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല അവരുടെ വീടെന്ന്. നിന്റെ കല്യാണ സമയത്ത് വാങ്ങിയ കടമൊന്നും വീടിയിട്ടില്ല. അപ്പോഴേക്കും അവൾ തെറ്റിയും കൊണ്ട് ഇവിടെ വന്നിരുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയണു. അല്ല, നിന്റെ വാപ്പാനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ. കയ്യിലുണ്ടായിട്ടല്ല അവർ ചോദിച്ച സ്വർണവും മുതലൊക്കെ തന്നിട്ട് നിന്നെ കെട്ടിച്ച് വിട്ടത്. മക്കളിന് നല്ല നിലയ്ക്ക് കൊടുത്തു പറഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് ബേജാറാവണ്ടല്ലോ പറഞ്ഞിട്ടാണ് നാട് മുഴുവൻ കടം വാങ്ങിയിട്ട് നിന്റെ കല്യാണം നടത്തിയത്. എന്നിട്ട് നീ ഇവിടെ തെറ്റിയും കൊണ്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ എന്ത് സമാധാനത്തിലെ വാപ്പ അവിടെ ഇരിക്കുക. നിന്റെ വാപ്പാനത്ത് ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മായിമ്മ ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ്റെ സ്വഭാവം ശരിയല്ല, നിന്നെ തല്ലും അടിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാപ്പാക്ക് എന്ത് സമാധാനം ഉണ്ടാകുക പറഞ്ഞിട്ടേ. ഞാൻ അവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നീയും അവൻ്റെ അടുത്ത് നല്ല പോലെയൊക്കെ നിൽക്ക്. കെട്ടിയ പെണ്ണ് സ്നേഹമില്ലാത്ത ആണുങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നിന്റെ ഭാഗത്ത് ശരിയെന്ന് കാണുമ്പോൾ അവന് നന്നായിക്കോളും. പിന്നെ അവൻ തള്ളൻ്റെ കൂട്ടൊന്നും കേൾക്കാൻ നിൽക്കില്ല. എവിടേക്കാ അസ്മ അങ്ങനെ ബേജാറിൽ പോണ്? ഒന്നും പറയണ്ട എൻ്റെ ലൈല. നമ്മുടെ ആ ഋഷിന്റെ മകളില്ലേ, ആത്മഹത്യ ചെയ്തു അത്രേ. അല്ലാ, എന്താ അത്രേ? എന്താണ് കെട്ടിയവന്റെ വീട്ടുകാരുടെ പഴിയെടുക്കൽ സഹിക്കാൻ പറ്റാണ്ടേ. ആ പെൺകുട്ടി ഇവിടെ തന്നെയായിരുന്നേ. അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടേ പിന്നെ ഒക്കെ ഒത്തുതീർപ്പാക്കിയിട്ട് ഇപ്പൊ 2 ദിവസം മുന്നേ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല കേട്ടോ. എന്താ കാട്ടണെന്ന് പാവം. അതുകൾ തന്നെ ഇവിടെ ആരോ പറഞ്ഞ പോലെ ഇല്ലേ കഴിയണേ. അപ്പൊ പിന്നെ അതിന് എവിടെ ഒരു ആശ്രയം ഇല്ലാന്ന് തോന്നിയപ്പോഴേ ഇങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. എങ്ങനെയല്ലേ പെൺകുട്ടികളൊക്കെ കെട്ടിക്കൊടുത്തിട്ട് തന്തയും തള്ളാരും ഇങ്ങനെ സമാധാനത്തിലിരിക്കുക. ഞാൻ അങ്ങോട്ട് പോവാൻ നോക്കട്ടെ ഏട്ടാ. എനിക്ക് അവള് മുഖയെ കാണാൻ വയ്യ. നീ വരുന്നില്ലേ? ആ, ഞാൻ വരാം. നീ അങ്ങോട്ട് നടന്നോ. ആ, എന്നാ നീ മെല്ലെ വായോ. ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. തസ്നിയെ, നീ ആ തുണികളൊക്കെ എടുത്തിട്ട് അലമാറയിൽ തന്നെ വെച്ചാ. നീ ഇനി എങ്ങോട്ടും പോണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. നീ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര ദിവസം കഴിഞ്ഞില്ലേ. അവനൊന്നും നിന്നെ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്നെ വേണ്ടാത്തോടത്തേക്ക് നീ പോകാനും നിൽക്കണ്ട. പക്ഷെ എന്താ ഒരു കഷ്ടാണ്. ആ കുട്ടി ഇവിടുന്ന് പോകാൻ പുറപ്പെടുമ്പോ അവൾ അതിനെ ഇവിടെ തന്നെ പിടിച്ച് കെട്ടിയിടാൻ നോക്ക. ലൈല, നീ ഇത് എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാണ്? ഉമ്മ, നിങ്ങൾ വെറുതെ കാര്യം അറിയാണ്ട് വർത്താനം പറയണ്ട. ഞാൻ നല്ലോ ആലോചിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ പറയണ്. എൻ്റെ കുട്ടിന് ഇത്രയും കാലം എനിക്ക് നോക്കാന്നുണ്ടെങ്കിലേ ഇനി നോക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അവനക്ക് വിളിന് വേണമെന്നുണ്ടെങ്കിലേ അവൻ ഇവിടെ വന്ന് വിളിക്കട്ടെ. അപ്പം ഞാൻ വിളിനെ പറഞ്ഞയക്കാം. അപ്പോഴും തല്ലാനും അടിക്കാനൊന്നും പറഞ്ഞയക്കില്ല. നല്ല പോലെ നോക്കാന്നുണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞയക്കുള്ളൂ. അല്ലെങ്കിൽ ഇവള് കാലാകാലം ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ ഒരു അധികം പറ്റാവുമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടി, അല്ലാണ്ട് ഇപ്പം ഞാനെന്താ പറയുക.